തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ വഴിത്തിരിവ്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് മാതാവ് ശ്രീതുവെന്ന് പ്രതി ഹരികുമാറിന്റെ മൊഴി. റൂറൽ എസ് പിക്കാണ് മൊഴി നൽകിയത്. ദേവേന്ദുവിന്റെ മാതാവിനെയും അമ്മാവനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഏതായാലും വലിയ തരത്തിലുള്ള വിരുദ്ധമായ അഭിപ്രായങ്ങൾ, മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകേണ്ടത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? സിജു, ഈ വിഷയമുണ്ടാകുന്നത് ഈ വർഷം ജനുവരിയിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടതിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മാതാവാണ് ഈ കുട്ടിയെ 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് ഈ ശ്രീതു ചെയ്ത കുറ്റം ശ്രീതുവിന്റെ സഹോദരനായ, അതായത് കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ ഏറ്റെടുക്കുകയായിരുന്നു എന്ന ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത് പോലീസിന് ഈ കൃത്യം ഇത് ശരിവെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷവും പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നിലവിൽ റൂറൽ എസ് പി കെ എസ് സുദർശൻ ഈ ജയിൽ സന്ദർശനത്തിന് പോയ വേളയിലാണ് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ ഇത്തരത്തിലൊരു കാര്യം ഉച്ചത്തിൽ ഈ ജയിലിൽ വെച്ച് തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇയാളുടെ മൊഴി പിന്നീട് രേഖപ്പെടുത്തുകയായിരുന്നു. ഇത് മൊഴിയായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ വിഭിന്നമായ, അല്ലെങ്കിൽ പോലീസ് നേരത്തെ സംശയിച്ചിരുന്ന നിലയിലുള്ള ഒരു മൊഴി ഇയാളുടെ ഭാഗത്തു നിന്നും, ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും വന്നതോടുകൂടിയാണ് ഈ രണ്ടുപേരെയും, അതായത് കുട്ടിയുടെ മാതാവായ ശ്രീതുവിനെയും അമ്മാവനായ ഹരികുമാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ശ്രീതുവാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന ഒരു മൊഴിയാണ് ഈ കുട്ടിയുടെ അമ്മാവൻ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും വിശദമായ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതേസമയം ഈ ആരോപണം, അല്ലെങ്കിൽ ഈ മൊഴി ശ്രീതു നിഷേധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. താനല്ല ഇത് ഈ കൃത്യം ചെയ്തത് എന്ന നിലപാടിൽ തന്നെ ശ്രീതു ഉറച്ചു നിൽക്കുകയാണ് എന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിരുദ്ധമായ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ രണ്ട് മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കമലേഷ്, അന്ന് ഈ കൊലപാതകം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നിരവധി വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഹരികുമാറും ശ്രീതുവും തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന രീതിയിലുള്ള വാർത്തകൾ വരികയും ചെയ്യുന്നു. അങ്ങനെ അന്വേഷണം നടത്തുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഹരികുമാറിനെ പോലീസ് പ്രതി ചേർക്കുന്നതും കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ ശ്രീതുവിനെ സംശയത്തിനിലാക്കുന്ന ഈ മൊഴികൾ കൂടി നൽകിയതോടെ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം അല്പം കൂടി സങ്കീർണമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ പോലീസ് കൊണ്ടുപോകുന്ന ഈ അന്വേഷണം കൊണ്ടുപോകുന്ന ദിശയിൽ നിന്ന് മാറി ഒരു മൊഴി വരുമ്പോൾ സ്വാഭാവികമായും പോലീസിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. വീണ്ടും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടി വരും. ഇതുവരെയും പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എന്നിരുന്നാലും പോലീസിന് ആദ്യം സംശയം ഉണ്ടായിരുന്നത് ഈ ശ്രീതുവാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ പോലീസിന്റെ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നമുക്കത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ശ്രീതു ഈ കൊലപാതകം നടത്തുകയും പിന്നീട് സഹോദരൻ ആ കൊലപാതകം ഏറ്റെടുക്കുകയും ചെയ്തതാണോ എന്ന സംശയം പോലീസിന് തുടക്കം മുതലുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ശേഖരിക്കാൻ, അല്ലെങ്കിൽ മൊഴികളൊന്നും ശേഖരിക്കാൻ ആ ഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഹരികുമാറിനെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആദ്യത്തെ പോലീസിന്റെ സംശയങ്ങൾ സാധൂകരിക്കുന്ന നിലയിലേക്കുള്ള ഒരു മൊഴി കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ നുണപരിശോധനയിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഏതായാലും ഈ നുണപരിശോധനയിലൂടെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ തുടക്കത്തിലുള്ള സംശയം സാധൂകരിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ കേസിന്റെ ഗതി കൊണ്ടുപോകാൻ പോലീസിന് കഴിയും എന്ന ഒരു വിശ്വാസമാണ് നിലവിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നുണപരിശോധന നടത്തി ഇതിലൊരു വ്യക്തത വരുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്. ഇന്നലെ ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണല്ലോ ഈ ഹരികുമാർ ഇത്തരത്തിലൊരു പ്രസ്താവന, ഒരു മൊഴി പറയുകയും ചെയ്തത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ ഹരികുമാർ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടോ എന്നും കൂടി ആദ്യം പ്രാഥമികമായി പോലീസ് പരിശോധിക്കുന്നുണ്ടാകും, അല്ലേ? ആദ്യഘട്ടത്തിൽ, ഈ കേസിന്റെ ആദ്യഘട്ടത്തിലും പലതരത്തിൽ പല ഘട്ടങ്ങളിലായി മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിനെ കുഴയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നൊരു സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ ഇയാൾക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതായും പോലീസ് ആ ഘട്ടത്തിൽ സംശയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും പ്രയാസങ്ങളില്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന് ഈ മൊഴി അത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് നുണപരിശോധനയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ ഈ മൊഴി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്.
ശരി, കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവ്. കൊലപ്പെടുത്തിയത് മാതാവ് ശ്രീതു എന്നാണ് ഇപ്പോൾ പ്രതിയായ ഹരികുമാറിന്റെ പുതിയ മൊഴി വന്നിരിക്കുന്ന വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.